ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് മുത്തുമണികളെ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠഭാഗമാണ്, അല്ലെങ്കിൽ ഓണപരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന ഒരു പാഠഭാഗമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. എന്താണ് മക്കളെ? സുധാകര രാമന്തളിയുടെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. നിങ്ങളുടെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇത്. ഓക്കെ, ഇപ്പം എന്താണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്നത്? എന്തായിരിക്കും? മാതൃഭാഷയെക്കുറിച്ച് പറയുകയാണല്ലോ ആര്? പ്രകാശ് രാജ് പറയുകയാണ്. ഒരു വ്യക്തി അവൻ്റെ മാതൃഭാഷയിൽ വേണം സംസാരിക്കാൻ. ഇംഗ്ലീഷ് പഠിച്ചാലും മറ്റു ഭാഷകൾ പഠിച്ചാലും എന്താണ് അവൻ്റെ ഉള്ളിൽ ആ മാതൃഭാഷയുടെ അറിവും തിരിച്ചറിവും ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതൃഭാഷയോടുള്ള സമീപനത്തെ, അല്ലെ, തൻ്റെ മകൾക്ക് പുറത്തിറങ്ങി തൻ്റെ മാതൃഭാഷ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന ദുഃഖമാണ് ഈ പ്രകാശ് രാജിൻ്റെ ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനം. ഇത് മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് സുധാകരൻ രാമന്തളി. ഇപ്പോൾ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട മക്കളെ, എത്രയും പെട്ടെന്ന് SLC ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ്, വർക്ക് ഷീറ്റ്, റെക്കോർഡ് ക്ലാസ്, PDF ക്ലാസ് വെറും 2990 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. SLCയിൽ ഫുൾ A+ നിങ്ങൾ സ്കോർ ചെയ്യുക. ഇപ്പം നമ്മൾ പോകുന്നു ആദ്യത്തെ ചോദ്യത്തിലേക്ക്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഓണപരീക്ഷയ്ക്ക് സാധ്യതകളായി വരുന്ന ചോദ്യങ്ങളെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് വരുന്ന സാധ്യതാ ചോദ്യങ്ങളെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. പെട്ടെന്ന് നോക്കാം, നമുക്ക് സമയം ഒട്ടും വൈകണ്ട. മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? കണ്ടെത്തി അവതരിപ്പിക്കുക. അല്ലേ? മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്തുകൊണ്ടാണ് ലേഖകന് മകൾക്ക് മാതൃഭാഷ അറിയാതായപ്പോൾ ആ ഒരു ദേഷ്യം വന്നത്? നോക്കാം. ലേഖകനെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഉപകരണം മാത്രമല്ല, അത് സംസ്കാരവും വ്യക്തിത്വവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. മകൾക്ക് അവളുടെ മാതൃഭാഷയായ തമിഴ് അറിയാത്തത് കൊണ്ട് പച്ചക്കറി കടയിൽ സാധനം വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അല്ലേ? ഈ അവധിക്കാലത്ത് മകളുമായിട്ട് പച്ചക്കറി വാങ്ങാൻ ഇറങ്ങുകയാണ് നമ്മുടെ കഥാനായകൻ, നമ്മുടെ പ്രകാശ് രാജ്. പക്ഷേ പച്ചക്കറിയുടെ ഇംഗ്ലീഷ് മാത്രമേ കുട്ടിക്കറിയൂ. അതിന് മാതൃഭാഷയുടെ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അങ്ങനെ വന്ന തൻ്റെ മകളുടെ അവസ്ഥ കണ്ട്, മാതൃഭാഷ ഒട്ടും അറിയാത്ത തങ്ങളുടെ മകളുടെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മുടെ ലേഖകന് ദേഷ്യവും സങ്കടവും ഉത്കണ്ഠയും ഒരുമിച്ച് വന്നത്. മാതൃഭാഷയിലൂടെ ലഭിക്കേണ്ട സാംസ്കാരികമായ അറിവുകളും വൈകാരികമായ അടുപ്പവും തൻ്റെ മകൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഉത്കണ്ഠയും മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാത്ത വിദ്യാഭ്യാസ രീതിയോടും അതിന് കൂട്ടുനിന്ന ഭാര്യയോടുമുള്ള കോപവുമാണ് അദ്ദേഹത്തിൽ നിറഞ്ഞത്. അല്ലേ? തൻ്റെ മകളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തതിൻ്റെ ദേഷ്യം ഭാര്യയോട് അദ്ദേഹത്തിനുണ്ട്. കൂടാതെ മാതൃഭാഷയിൽ സംസാരിക്കാൻ അറിയാത്ത കുട്ടിയോടുള്ള ആ ഒരു വിദ്വേഷവും, ഇന്നത്തെ വിദ്യാഭ്യാസകാല രീതിയിൽ ഇംഗ്ലീഷിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും മാതൃഭാഷയ്ക്ക് തീരെ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ രീതിയോടുള്ള എതിർപ്പും ലേഖകൻ്റെ വാക്കുകളിൽ കാണാൻ സാധിക്കും. മാതൃഭാഷ അറിയാത്ത മക്കൾ തന്നോടൊപ്പം ഉണ്ടായിട്ടും അന്യരെ പോലെ ആകുമോ എന്ന ഭയവും അദ്ദേഹത്തിനുണ്ടല്ലേ? മാതൃഭാഷ അറിയാതെ എൻ്റെ കുട്ടി എനിക്കൊരു അന്യനായി തീരുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃഭാഷ നമ്മൾ പഠിച്ചിരിക്കണം എന്നൊരു വലിയ തിരിച്ചറിവ് കൂടി അദ്ദേഹം തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് തരുന്നു. ഒരിക്കലും മറന്നു പോകരുത്. അടുത്ത ചോദ്യം. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്, അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു, സിമ്പിളായി ഞാൻ പഠിച്ചു എന്നാണ് പ്രകാശ് രാജ് പറയുന്നത്. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അല്ലേ? മാതൃഭാഷ എനിക്ക് വളരെ എളുപ്പം പഠിക്കാൻ സാധിച്ചത് കൊണ്ടാണ് മറ്റുള്ള ഭാഷകളും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതെന്ന് എഴുത്തുകാരൻ പറയുന്നത്. ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ലേ? ലേഖകൻ പറയുകയാണ്, അതായത് മാതൃഭാഷ പഠിക്കണം എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. ഞാൻ മുട്ടുകാലം നടന്നതുപോലെ സിമ്പിളായിട്ടാണ് എൻ്റെ മാതൃഭാഷ പഠിച്ചത്. എൻ്റെ മാതൃഭാഷ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് മറ്റുള്ള ഭാഷകളും പെട്ടെന്ന് ഈസിയായി പഠിക്കാൻ സാധിച്ചത്.
ഈ ലേഖകൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. യോജിക്കുന്നില്ലേ? ഉണ്ടല്ലേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ സ്വയം അല്ലെങ്കിൽ നമ്മുടേതായ മാതൃഭാഷ പഠിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ള ഭാഷകളും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കൂ. ഇപ്പോൾ നമ്മൾ ലേഖകൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു. സ്വാഭാവിക പഠനം. മാതൃഭാഷ നാം സ്വാഭാവികമായിട്ടാണ് പഠിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്നും കേട്ടും പറഞ്ഞും അറിയാതെ തന്നെ അത് നമ്മുടെ ഭാഗമായി മാറുന്നു. മറ്റു ഭാഷകൾ പഠിക്കുന്നത് പോലെ ബോധപൂർവമായ ഒരു പരിശ്രമം മാതൃഭാഷ പഠനത്തിന് സാധാരണഗതിയിൽ ആവശ്യമില്ല. അല്ലേ? മാതൃഭാഷ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റില്ലേ? കളിസ്ഥലങ്ങളിൽ, സ്കൂളുകളിൽ, തൊഴിലിടങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളെല്ലാം കൂടി നമുക്ക് മാതൃഭാഷ പെട്ടെന്ന് പഠിക്കാം, അനായാസം പഠിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് മാതൃഭാഷ പഠിപ്പിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഒരു കുട്ടിക്ക് മലയാളം അങ്ങനെ ശരിക്കും എഴുതാനും വായിക്കാൻ അറിയാത്തൊരവസ്ഥ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും. അത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ എഴുത്തുകാരൻ പറയുകയാണ്, ഒരുവൻ അവൻ്റെ മാതൃഭാഷ കൃത്യമായി പഠിച്ചാൽ മറ്റുള്ള ഭാഷകളൊക്കെ അവന് പെട്ടെന്ന് സിമ്പിളായി പഠിക്കാൻ പറ്റും. അത് വലിയൊരു കാര്യം തന്നെയാണ്. മറ്റു ഭാഷ പഠനത്തിലുള്ള അടിത്തറ, മാതൃഭാഷയിലുള്ള നല്ല അടിത്തറ മറ്റു ഭാഷകൾ പഠിക്കുന്നത് എളുപ്പമാകുന്നു. നമ്മുടെ മാതൃഭാഷയിൽ നല്ല അറിവുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഭാഷയും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രഹിക്കാൻ പറ്റുമെന്ന് എഴുത്തുകാരൻ പറയുകയാണ്. മക്കളെ, ഒരു ഭാഷയുടെ ഘടന, വ്യാകരണം, ആശയവിനിമയ രീതികൾ എന്നിവ മാതൃഭാഷയിലൂടെ മനസ്സിലാക്കുന്നത് പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ സഹായമാകും. അല്ലേ? മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് പഠിക്കാൻ സാധിക്കും. എങ്ങനെയാണ് മക്കളെ? നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് അസാധ്യമായ കഴിവുണ്ടാകുമ്പോഴാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത വൺവേർഡാണ് ചോദ്യം. ലേഖകൻ മകൾക്ക് പച്ചക്കറി കടയിൽ ആശയവിനിമയം നടത്താൻ കൊണ്ട് ബുദ്ധിമുട്ടായത് എന്തുകൊണ്ട്? ഓക്കെ, അത് ടൈപ്പ് മിസ്റ്റേക്കാണ്. ഓക്കെ, ലേഖകൻ മകൾക്ക് പച്ചക്കറി കടയിൽ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടായത് എന്തുകൊണ്ട്? ഓക്കെ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ലേഖകൻ എന്തുകൊണ്ടാണ് ലേഖകൻ്റെ മകൾക്ക് ആ പച്ചക്കറി കടയിൽ ഒരു ആശയവിനിമയം നടത്താൻ കഴിയാതെ പോയത്? ഓപ്ഷൻസ്: കടയിൽ സാധനങ്ങൾ കുറവായിരുന്നത് കൊണ്ട്, കടയിലെ വൃദ്ധയ്ക്ക് കാഴ്ച കുറവായതുകൊണ്ട്, മകൾക്ക് അവളുടെ മാതൃഭാഷയായ തമിഴ് അറിയാത്തത് കൊണ്ട്, മകൾ ഇംഗ്ലീഷ് സംസാരിച്ചത് കൊണ്ട് വൃദ്ധയ്ക്ക് മനസ്സിലായില്ല. എന്താണ് ഉത്തരം മക്കളെ? മകൾ ഇംഗ്ലീഷ് സംസാരിച്ചത് കൊണ്ട് വൃദ്ധയ്ക്ക് മനസ്സിലായില്ല എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ഉത്തരം. ഓക്കെ, ആ മകൾക്ക് മാതൃഭാഷ അറിയില്ല. ആ മകളെ പച്ചക്കറി കടയിൽ പോയിട്ട് പറയുകയാണ് ആ വെജിറ്റബിൾസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ഒക്കെ ഇംഗ്ലീഷ്. ആ പച്ചക്കറി കടക്കാരിക്ക് ഇംഗ്ലീഷ് പോയിട്ട് ആ കുട്ടി എന്താണെന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഉത്തരം? ലേഖകൻ്റെ മകൾക്ക് പച്ചക്കറി കടയിൽ ആശയവിനിമയം നടത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? മകൾ ഇംഗ്ലീഷ് സംസാരിച്ചത് കൊണ്ട് വൃദ്ധയ്ക്ക് മനസ്സിലാവാതെ പോയതാണ് ഉത്തരമെന്ന് പറയുന്നത്. അപ്പം മകൾക്ക് മാതൃഭാഷ അറിയാത്തതിൽ ഒരുപാട് സങ്കടവും ഉത്കണ്ഠയും ആർക്കുണ്ട്? ഈ ലേഖകനുണ്ട് എന്ന് വ്യക്തമാണ്. അടുത്ത ചോദ്യം. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിന്മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. അല്ലേ? ബ്രിട്ടീഷുകാർ വന്നിട്ടടാ 1947 അപ്പോൾ നമ്മൾ 1947 എന്ന് പറയുന്നല്ലേ, നമ്മുടെ 1947 ബ്രിട്ടീഷുകാരെ പറഞ്ഞയച്ചില്ലടാ. ഓക്കെ, അപ്പം 1947 മുമ്പ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്നു. കോഴിക്കോട് കാപ്പാടിൽ പോർച്ചുഗീസുകാർ കപ്പലിറങ്ങി. അതിനുശേഷം ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ ഫിനീഷ്യന്മാരും പോർച്ചുഗീസുകാരും എല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ആധിപത്യം സ്ഥാപിച്ചത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, തോക്കുകൾ കൊണ്ട്, സൈന്യങ്ങൾ കൊണ്ട്, നിയമങ്ങൾ കൊണ്ട്, അവരുടെ ഭാഷകൾ കൊണ്ട്. ഏതുകൊണ്ടാണ് മക്കളെ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ ആധിപത്യം സ്ഥാപിച്ചത്? എന്തുകൊണ്ടാണ്? യെസ്, ഭാഷ കൊണ്ടാണ്. അവരുടെ ഭാഷ കൊണ്ട്, ഇംഗ്ലീഷ് ഭാഷ, പള്ളിക്കൂടങ്ങൾ അല്ലേ, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ അവരുടെ സമയങ്ങൾ ഭൂരിഭാഗവും ഇന്ത്യയിൽ ചെലവഴിച്ചത്. അതെന്തുകൊണ്ടാണ്? ഭാഷയുടെ ശക്തിയാണ്. ഈ തോക്കിനേക്കാൾ, സൈന്യത്തെക്കാൾ, നിയമങ്ങളെക്കാൾ ശക്തി ഭാഷയ്ക്കുണ്ട് എന്ന് തിരിച്ചറിവാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് മക്കളെ, പ്രത്യേകിച്ച് മാതൃഭാഷയ്ക്ക് മറന്നു പോകരുത്. അടുത്ത ചോദ്യം. അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായ ഒരു പ്രക്രിയയാണ്. ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹികമായ ഇടപെടലുകളിലൂടെയാണ്. സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് അത് നടക്കുക. ഈ വാക്യങ്ങളുടെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏത്? അതായത് അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായ ഒരു പ്രക്രിയയാണ് അല്ലേ, സമൂഹത്തിലൂടെയാണ് നമ്മൾ അറിവ് നിർമ്മാണം ചെയ്യുക. ക്ലാസ് മുറികളിൽ പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹികമായ ഇടപെടലിലൂടെയാണ്. നമ്മൾ സാമൂഹികമായി ഇടപെട്ടാൽ മാത്രമേ ക്ലാസ് മുറികളിൽ നിന്നുപോലും നമുക്ക് എന്ത് കിട്ടൂ? അറിവ് കിട്ടൂ.
സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് അത് നടക്കുക. ഈ വാക്യങ്ങളുടെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അറിവ് നേടാൻ ക്ലാസ് മുറികൾ മാത്രം, സാമൂഹിക ഇടപെടലുകളില്ലാതെയും അറിവ് നേടാം, മാതൃഭാഷയിലൂടെയുള്ള സാമൂഹിക ഇടപെടലാണ് പഠനത്തെ യഥാർത്ഥ അറിവാക്കി മാറ്റുന്നത്, അറിവ് നിർമ്മാണം ഒരു വ്യക്തിഗത പ്രക്രിയയാണ്. എന്താണ് ഉത്തരം മക്കളെ? സി ആണ് ഉത്തരം. അതായത് മാതൃഭാഷയിലൂടെയുള്ള സാമൂഹിക ഇടപെടലാണ് പഠനത്തെ യഥാർത്ഥ അറിവാക്കി മാറ്റുന്നത്. അതായത് മാതൃഭാഷയിലൂടെ നമ്മൾ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പഠനത്തെ യഥാർത്ഥ അറിവാക്കി മാറ്റാൻ പറ്റൂ എന്നതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. മാതൃഭാഷയെ പെറ്റമ്മയോട് ഉപമിക്കാൻ ലേഖകനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അല്ലേ, മാതൃഭാഷ എന്ന് പറയുന്നത് പെറ്റമ്മയാണ് ലേഖകൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാതൃഭാഷ അമ്മ ഭാഷയാണ് അല്ലേ? എന്തുകൊണ്ടാണ് മാതൃഭാഷയെ പെറ്റമ്മയോട് ഉപമിക്കാൻ ലേഖകനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നത്? ഉത്തരം നോക്കാം. ഒരു കുട്ടിക്ക് അമ്മയുമായുള്ള ബന്ധം പോലെ സ്വാഭാവികവും ആഴത്തിലുള്ളതുമായ ഒന്നാണ് മാതൃഭാഷയുമായുള്ള ബന്ധം അല്ലേ? ഒരു കുട്ടിക്ക് അമ്മയുമായുള്ള ബന്ധം പോലെ സ്വാഭാവികമാണ് എന്ത്? മാതൃഭാഷയുമായുള്ള ബന്ധം. അമ്മയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തതുപോലെ മാതൃഭാഷയും നമുക്ക് ജനനത്തിലൂടെ ലഭിക്കുന്നതാണ്. ഒരു അമ്മയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് മാതൃഭാഷയും. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വരും, അതിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല എന്നതാണ്. അമ്മയിൽ നിന്നാണ് നാം ആദ്യമായി ലോകത്തെയും ജീവിതത്തെയും കുറിച്ചറിയുന്നത്. അതുപോലെ മാതൃഭാഷയിലൂടെയാണ് നാം ചിന്തിക്കാനും ആശയവിനിമയം നടത്താനും തുടങ്ങുന്നത്. അമ്മയിൽ നിന്നും നമ്മൾ അറിവുകൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ മാതൃഭാഷയിൽ നിന്നാണ് നമ്മൾ ഒരു വ്യക്തി അറിവ് സ്വീകരിക്കുന്നത് ആദ്യം തന്നെ അല്ലേ? അമ്മ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മാതൃഭാഷയുടെ ആ ഒരു വിശുദ്ധി കൊണ്ടാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനമാണ്. നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ പെറ്റമ്മയാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. പ്രിയപ്പെട്ട മുത്തുമണികളെ, ഒരാൾക്ക് മറ്റു ഭാഷകൾ പഠിക്കാനും ഉപയോഗിക്കാനും സാധിക്കുമെങ്കിലും മാതൃഭാഷ നൽകുന്ന വൈകാരികമായ അടുപ്പവും സ്വാഭാവികതയും മറ്റൊന്നിനും നൽകാൻ കഴിയില്ല അല്ലേ? മാതൃഭാഷ നമുക്കൊരു അടുപ്പം തരുന്നു. അമ്മേ എന്ന് വിളിക്കുന്ന സുഖം ഡാഡി എന്ന് വിളിച്ചാൽ കിട്ടോടാ അല്ലേ? അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കും, പിന്നെന്ത് വിളിക്കും? മമ്മി മാം എന്ന് വിളിക്കും, സുഖം കിട്ടോ? അച്ഛ എന്ന് വിളിക്കുന്ന സുഖം ഡാഡി എന്ന് വിളിച്ചാൽ കിട്ടോ? ഇല്ല അല്ലേ? മുത്തശ്ശി അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് വിളിക്കുന്ന സുഖം ഗ്രാൻഡ് മാ എന്ന് പറഞ്ഞാൽ കിട്ടോടാ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ അതാണ് ONV പറഞ്ഞത് അല്ലേ? മിസ് യു എന്ന ഇംഗ്ലീഷ് വാക്കിനെ മലയാളമായി ONV പറയുന്നുണ്ട് ഒരു പാട്ടിലൂടെ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചിരുന്നു, ഒരു മാത്ര വെറുതെ നനച്ചിരുന്നു. എന്ത് രസാലേ? മിസ്സി എന്ന് പറയുന്നത് എത്ര സുഖലടാ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചിരുന്നു എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഒരുവൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് അവൻ്റെ പെറ്റമ്മയാണ്. അവൻ്റെ വികാരങ്ങളെ, അവൻ്റെ സ്വപ്നങ്ങളെ, അവൻ്റെ പ്രതീക്ഷകളെ എല്ലാം താരതമ്യം ചെയ്യാൻ, വൈകാരികമായി എന്തു ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന മേഖലയാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഭേദ്യമായ അടിസ്ഥാനപരമായ ബന്ധമാണ് മാതൃഭാഷയെ പെറ്റമ്മയോട് ഉപമിക്കാൻ ലേഖകനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാതൃഭാഷയെ പെറ്റമ്മയോട് ഉപമിക്കാൻ ലേഖകനെ പ്രേരിപ്പിക്കുന്നത്. ഒരാളുടെ ഉള്ളിലെ സ്നേഹത്തെ, പ്രണയത്തെ, അറിവിനെ, തിരിച്ചറിവിനെ, നന്മയെ, വിശുദ്ധിയെ എല്ലാം തന്നെ പ്രകടിപ്പിക്കാൻ ഒരുവന് മാതൃഭാഷയിലൂടെയാണ് സാധിക്കുക. അതവൻ്റെ പെറ്റമ്മയാണ് എന്നാണ് ലേഖകൻ നമ്മളോട് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ് മക്കളെ? നമ്മോടൊപ്പമുള്ളപ്പോഴും അന്യരല്ലേ? ഈ നിരീക്ഷണങ്ങളും പാഠഭാഗത്തിലെ മറ്റ് ആശയങ്ങളും പരിഗണിച്ച് മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം ചെയ്യുക അല്ലേ? എഴുത്തുകാരൻ പറയുകയാണ്, നമ്മോടൊപ്പമുള്ളപ്പോഴും അന്യരല്ലേ? ആരാണ് നമ്മോടൊപ്പമുള്ളപ്പോഴും അന്യർ? മാതൃഭാഷ അറിയാത്തവർ. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ അവർക്ക് മാതൃഭാഷ അറിയില്ലെങ്കിൽ അവർ അന്യരല്ലേ നമുക്ക്? അതാണ് എഴുത്തുകാരൻ പറയുന്നത്. തൻ്റെ മകൾക്ക് മാതൃഭാഷ അറിയില്ലെങ്കിലും അവൾ നമുക്ക് അന്യരല്ലേ അല്ലേ? മാതൃഭാഷ അറിയാത്ത ആൾ നമ്മുടെ കൂടെയുള്ളവരാണ് അല്ലേ? പെറ്റമ്മയെ മറന്നവരല്ലേ? അതുകൊണ്ടാണ് മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തയ്യാറാക്കാൻ ചോദ്യം വരും മക്കളെ. പ്രഭാഷണം തയ്യാറാക്കാൻ ചോദ്യം വരും. ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രഭാഷണം തയ്യാറാക്കുക? ആദ്യം മാന്യ സദസ്സിന് വന്ദനം എന്ന് പറയണം. ഓക്കെ, ഇപ്പം മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞ് തുടങ്ങുക. മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞ് തുടങ്ങുക. എന്നിട്ട് പറയാം,
മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികളും അതിജീവനത്തിൻ്റെ പ്രാധാന്യവും. മാതൃഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, അത് ഒരു സംസ്കാരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും സ്വാഭാവികമായി പ്രതിഫലിപ്പിക്കാൻ മാതൃഭാഷയോളം ശക്തമായ മറ്റൊരു മാധ്യമമില്ല. നമ്മുടെ നന്മകളെ, സ്നേഹത്തെ, ഇഷ്ടത്തെ, പ്രണയത്തെ എല്ലാം തുറന്നു പറയാൻ മാതൃഭാഷയോളം ശക്തിയുള്ള മറ്റൊരു ഉപാധികളും ഇല്ല എന്നതാണ് വസ്തുത. പ്രശസ്ത ചിന്തകനും ചലച്ചിത്രകാരനുമായ പ്രകാശ് രാജ് തൻ്റെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ലേഖനത്തിൽ ഈ പ്രാധാന്യം അടിവരയിടുന്നു. എന്നാൽ ആഗോളവൽക്കരണത്തിൻ്റെയും മറ്റു പല സാമൂഹിക സമ്മർദ്ദങ്ങളുടെയും ഫലമായി ഇന്ന് മാതൃഭാഷകൾ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലടാ, ഇംഗ്ലീഷിനൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയ്ക്ക് ഇങ്ങനെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കര ഒരു ഉത്കണ്ഠാവഹമാണെന്നാണ് പറയുന്നത്. ഈ വെല്ലുവിളികളെക്കുറിച്ചും അവയെ അതിജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഈ ഉപന്യാസം അല്ലെങ്കിൽ ഈ പ്രഭാഷണം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പ്രഭാഷണം കേട്ടോ. ഈ പ്രഭാഷണം ചർച്ച ചെയ്യുന്നത് ആഗോളവൽക്കരണവും ഇംഗ്ലീഷിൻ്റെ അമിത പ്രാധാന്യവും. ആഗോളവൽക്കരണം ലോകത്തെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റിയപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ആഗോളതലത്തിൽ ആശയവിനിമയത്തിനുള്ള പ്രധാന ഭാഷയായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. തൊഴിൽ നേടുന്നതിനും മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കുന്നതിനും ഇംഗ്ലീഷ് അനിവാര്യമാണെന്ന ചിന്ത സമൂഹത്തിൽ ശക്തമായി. നമ്മുടെയൊക്കെ ചിന്താഗതിയാണ് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുമെന്ന്. ഇംഗ്ലീഷൊക്കെ പഠിക്കണം, ജോലിക്കത് ആവശ്യമാണ്. പക്ഷേ മാതൃഭാഷയെ മറന്നുകൊണ്ടാകരുത് നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനം എന്ന് പറയുന്നത്. ഇത് മാതൃഭാഷയെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളുകയും അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്തു. പലപ്പോഴും സ്വന്തം ഭാഷയിലുള്ള പ്രാവീണ്യം ഒരു അധിക യോഗ്യതയായി പോലും കണക്കാക്കപ്പെടുന്നില്ല എന്ന് പറയുക. അവസാനം നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, മാതൃഭാഷയുടെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രഭാഷണമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ്, അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായ ഒരു പ്രക്രിയയാണ്. അറിവായി മാറുന്നത് സാമൂഹികമായ ഇടപെടലിലൂടെയാണ്, സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് അത് നടക്കുക. മാതൃഭാഷാധിഷ്ഠിത പഠനത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് പ്രസക്തമാവുന്നത്. ഈ നിരീക്ഷണവും പാഠഭാഗത്തിലെ മറ്റ് ആശയവും പരിഗണിച്ച് വൈജ്ഞാനിക സമൂഹ നിർമ്മിതിയിൽ മാതൃഭാഷയുടെ പങ്ക് എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. മക്കളെ, ഉപന്യാസം തയ്യാറാക്കുക. പ്രഭാഷണവും ഉപന്യാസവും ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ വൈജ്ഞാനിക സമൂഹ നിർമ്മിതിയിൽ, അതായത് അറിവുള്ള സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ മാതൃഭാഷയുടെ പങ്ക് എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് ചോദ്യം. അപ്പം എങ്ങനെ എഴുതാം? നമുക്ക് ഒരു തലക്കെട്ട് കൊടുക്കണ്ടേ? ഇപ്പം എന്ത് കൊടുക്കാം? മാറ്റം എന്ന് കൊടുത്തുള്ളൂ തലക്കെട്ട്. കാരണം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം അല്ലെ. അറിവിൻ്റെ മാറ്റം, മാതൃഭാഷയുടെ മാറ്റം, സംസ്കാരത്തിൻ്റെ മാറ്റം, വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം, തൊഴിലിൻ്റെ മാറ്റം അല്ലേ. ഇപ്പം ഇത്രയൊക്കെ മാറ്റങ്ങൾക്കിടയിൽ മാറ്റം എന്ന തലക്കെട്ടാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഉപന്യാസം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കണം. ആമുഖം വേണം, ശരീരഘടന വേണം, ഉപസംഹാരം വേണം. ഇപ്പം നോക്കാം. വൈജ്ഞാനിക സമൂഹം എന്നത് കേവലം സാക്ഷരത നേടിയ ഒരു ജനത എന്നതിനപ്പുറം, വൈജ്ഞാനിക സമൂഹം എന്ന് വെച്ചാൽ അറിവുള്ള സമൂഹം, ഒരു ജനത എന്നതിനപ്പുറം അറിവ് ഉൽപ്പാദിപ്പിക്കുകയും പങ്കുവയ്ക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയുടെ അടിസ്ഥാന ശില അറിവായി മാറുന്നു. അപ്പം അറിവുള്ള സമൂഹത്തെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. പക്ഷേ മാതൃഭാഷയിലൂടെ വേണം നമ്മൾ അറിവ് കൂടി നേടാൻ. മാതൃഭാഷയെ മറന്ന് നമ്മൾ അറിവ് നേടാൻ പാടില്ല മക്കളെ. വിവര സാങ്കേതിക വിദ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ചയോടെ അറിവിൻ്റെ പ്രാധാന്യം മുമ്പത്തെക്കാളും വർദ്ധിച്ചിരിക്കുന്നു. ഒരു സമൂഹം വൈജ്ഞാനിക സമൂഹമായി പരിണമിക്കുമ്പോൾ, അതായത് ഒരു സമൂഹം വൈജ്ഞാനികമായി അറിവുള്ള സമൂഹമായി മാറുമ്പോൾ അവിടുത്തെ ഓരോ പൗരനും അറിവ് നേടാനും അത് ഉപയോഗിച്ച് സ്വന്തം ജീവിതവും സമൂഹത്തിൻ്റെ പൊതുവായ അവസ്ഥയും മെച്ചപ്പെടുത്താനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നു അല്ലേ. ഒരു സമൂഹം അറിവുള്ള സമൂഹമായി വളരുമ്പോൾ അതിൽ ആൾക്കാരും എന്തായി മാറുന്നു? അവരുടെ ജീവിതം മെച്ചപ്പെടുന്നു, അവരും അറിവുള്ളവരായി മാറുന്നു. പിന്നെന്താണ്, ഈ ഒരു പരിവർത്തന പ്രക്രിയയിൽ ഭാഷ, പ്രത്യേകിച്ച് മാതൃഭാഷ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. മനുഷ്യൻ്റെ ചിന്താപ്രക്രിയയുമായി അഭേദ്യമായ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് മാതൃഭാഷ. മനുഷ്യൻ്റെ ചിന്തകളുമായി മാതൃഭാഷ ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ. നമ്മുടെ കവിത എഴുതാൻ അല്ലേ, പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവും പൂക്കുന്ന ശോകം എന്ന് പറയുന്നത് പോലെയാണ് നമുക്കൊരു കവിത എഴുതാൻ കൂടി എന്ത് വേണം? മാതൃഭാഷയുടെ ഒരു ഇത് വേണം അല്ലേ. ഒരു ബന്ധം വേണം, മാതൃഭാഷയിലുള്ള അറിവ് വേണം, താല്പര്യം വേണം. ഒരു കുട്ടി തൻ്റെ ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതും ആദ്യമായി ആശയവിനിമയം നടത്തുന്നതും ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും മാതൃഭാഷയിലൂടെയാണ് അല്ലേ. നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ച കവിത,
അങ്കണ തൈമാവിൽ ആദ്യത്തെ പഴം വീഴേ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ എന്ന് കവി എഴുതിയതുപോലെ നമുക്ക് ആ കവിത ചെറുപ്പത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്, പക്ഷെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം എന്താണ്, മാതൃഭാഷയിലുള്ള ഒരു അറിവാണല്ലേ. അപ്പം മാതൃഭാഷയിലാകണം നമ്മൾ അറിവുകളെ കെട്ടുപ്പെടുത്തി മറ്ററിവുകളിലേക്ക് പോകേണ്ടതെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അമൂർത്തമായ ആശയങ്ങളെ പോലും വ്യക്തമായി മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും മാതൃഭാഷയിലുള്ള പ്രാവീണ്യം സഹായിക്കുന്നു. നമ്മുടെ സാംസ്കാരികവും വൈകാരികവുമായ അനുഭവങ്ങളെ സാംശീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും മാതൃഭാഷയിലൂടെയാണ്. അതിനാൽ ചിന്തയുടെയും അതുവഴി അറിവ് നിർമ്മാണത്തിൻ്റെയും ആദ്യപടി മാതൃഭാഷയിൽ അധിഷ്ഠിതമായിരിക്കണം. അതുകൊണ്ട് തന്നെ മക്കളെ, നമ്മുടെ ചിന്തയുടെ ആദ്യപടി, നമ്മുടെ അറിവിൻ്റെ ആദ്യപടി, നമ്മുടെ സംസ്കാരങ്ങളുടെ, സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, കുടുംബബന്ധങ്ങളുടെ, നന്മയുടെ, വിശുദ്ധിയുടെ, പരിശുദ്ധിയുടെ എല്ലാം തന്നെ ആദ്യപടി എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. അപ്പോൾ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന ലേഖനത്തിൽ പ്രകാശ് രാജ് പറയുന്നത് എന്താണ്, നമ്മൾ നമ്മുടെ മാതൃഭാഷ മറന്നിട്ടാകരുത് മറ്റു ഭാഷകൾ പഠിക്കാനും വളരാനുമെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നന്നായി ട്രൈ ചെയ്ത് നോക്കുക, പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ജോബിൻ ഫ്രം എക്സാം വിന്നർ. ബൈ.